പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയ ദൃശ്യമാണ്. ചെങ്കോട്ടയിൽ നിന്നാണ് അദ്ദേഹം രാജ്യത്തോടായി പ്രക്ഷേപിക്കുക. നമുക്കൊപ്പം ദിലീപ് കുമാർ കൂടി തത്സമയം ചേരുകയാണ്. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പറയൂ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ SKN. ഇപ്പോൾ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായ ചടങ്ങുകൾ നടക്കുകയാണ്. ആ ചടങ്ങുകളിലേക്ക് നമുക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സൈന്യത്തിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുകയാണ്. രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ്. The overall commander of the Prime Minister's Guard of Honor informing the Prime Minister that പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ, സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. The Guard of Honor, the band position there will strike up a slow march during the inspection. തുടർച്ചയായി 12ാം വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരിക്കും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുക. അദ്ദേഹം ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ്. The inspection of the Guard of Honor complete, the Prime Minister will now move towards the ramparts of the Red Fort, passing through the Lahori Gate. The flag hoisting ceremony at the ramparts, followed by the Prime Minister's address to the nation. ഗാർഡ് ഓഫ് ഓണർ അവസാനിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി ഡൽഹി ചെങ്കോട്ടയിലെ ലഹോറി ഗേറ്റ് വഴി ഇപ്പോൾ ദേശീയ പതാക ഉയർത്തുന്നതിനായി അദ്ദേഹം നീങ്ങുകയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുക. തുടർച്ചയായി 12ാം വർഷമാണ് അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടത്തുന്നത്. 17 തവണ നേരത്തെ പ്രധാനമന്ത്രി ഇരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി 16 തവണ രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ. ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകും. അതേസമയം ചില വിവാദ വിഷയങ്ങൾ, സമകാലിക വിവാദ വിഷയങ്ങൾ, വോട്ടർ പട്ടിക ക്രമക്കേട്, പകരം തീരുവ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇന്നത്തെ പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നത് ആകാംക്ഷയോടുകൂടി രാജ്യം ഉറ്റുനോക്കുകയാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ദേശീയ പതാക ഉയർത്തുന്നതിനായി എത്തിയിരിക്കുകയാണ്.